ഈ വർഷം തൊട്ടല്ല കുറച്ച് വർഷങ്ങളായിട്ടുള്ള കലാപരിപാടിയാണ് പോലീസുകാരുടെ കടന്നുകയറ്റം. ഒരാളും പ്രതികരിക്കാനില്ല. അല്ലെങ്കിൽ നമ്മളെ പോലെ അധികാരമില്ലാത്ത ആൾക്കാരൊക്കെ എന്ത് പ്രതികരിക്കാൻ? മുമ്പൊക്കെ എത്ര അടിപൊളിയായിട്ട് വെടിക്കെട്ട് ആസ്വദിച്ചാൽ നമ്മള്. ഇപ്പൊ അറ്റവും മൂലം കണ്ടാലായി. ചരിത്രത്തിൽ ആദ്യമായിട്ട് തൃശ്ശൂർ പൂരം നിർത്തി വെക്കേണ്ട അവസ്ഥ. നമ്മൾ തൃശ്ശൂർക്കാർക്ക് പുറമെ എവിടെ നിന്നൊക്കെ ആളുകൾ വരുന്നത്. 2000 റൂമുകൾ 30,000 ബുക്ക് ചെയ്തിട്ടും ലീവ് ഒപ്പിച്ചും പ്രവാസികളും വിദേശികളും എല്ലാം ഈ ഒരു നിമിഷത്തിന് വേണ്ടി വരുന്നതാണ്. അവരുടെ മുമ്പിലും നാണക്കേണ്ടാണ് പൂരാർന്ന് ഇപ്രാവശ്യത്തെ. കഴിഞ്ഞ വർഷം വെടിക്കെട്ട് കാണാൻ ഈ അവസ്ഥ ഉണ്ടായിരുന്ന ഇപ്രാവശ്യം കുറച്ചുകൂടി കൂടിപ്പോയി മാത്രം. പുലർച്ചെ വെടിക്കെട്ട് എന്തിനാണ് ഈ 11 മണിക്കൊക്കെ ബാരിക്കേഡ് കെട്ടിരിക്കുന്നത്? പോലീസുകാർക്ക് കാണാൻ നടത്തുന്ന പൂരാണോ അത്? ഈ പൂരങ്ങളൊക്കെ ഇത്ര പ്രശസ്തമാണെന്ന് ജനങ്ങൾ വരണോണ്ടാ. ഒരാളും വന്നില്ലെങ്കിൽ നിങ്ങൾ ആർക്ക് വേണ്ടി പൂരം നടത്തും? ലാത്തി വീശി പൂരം കാണാൻ വരുന്നവരെ ഓടിക്കാൻ ആര് അധികാരം കൊടുത്തു? സമരത്തിന് വന്ന ആളുകളൊന്നല്ല, പൂരം ആസ്വദിക്കാൻ വന്ന പൂരപ്രേമികളാ. അതും രാവിലെ തൊട്ട് ഇത്ര നേരം വെയിലും കൊണ്ട് ആ വെടിക്കെട്ട് കാണാൻ നിൽക്കുന്നവര്. അതുപോലെ തന്നെ ഈ വെടിക്കെട്ടുകാരുടെ കാര്യോ എത്ര നാൾ കഷ്ടപ്പെട്ട ഓരോ വെറൈറ്റി ജനങ്ങൾക്ക് കാണിക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അത് പൊട്ടി വീഴുന്നത് കാണുന്നതായിരിക്കും അവരുടെ സന്തോഷം. ഈ രാവിലെ 7:30 പുക കാണാൻ വേണ്ടി മാത്രം എങ്ങനെയെങ്കിലും പൊട്ടിച്ച് തീർക്കണം എന്ന് പറഞ്ഞ രീതിയിൽ നടത്തിയ വെടിക്കെട്ട് ഓരോ പൂരപ്രേമിക്കും അത്രയധികം ദേഷ്യവും വിഷമവും നിരാശയും നൽകിയ പൂരായിരുന്നു ഇപ്രാവശ്യത്തെ. അടുത്ത വർഷം പൂരം ഉണ്ടെങ്കിൽ കാണാം. ഇതിൽ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം എന്തായെങ്കിലും ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ.